ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വാട്സപ്പിൽ ലേറ്റസ്റ്റായിട്ട് ഒരുപാട് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പുതിയ 3 അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് റിപ്പോർട്ട് എ ബഗ് എന്ന അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം. റിപ്പോർട്ട് എ ബഗ് എന്ന അപ്ഡേറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. റിപ്പോർട്ട് എ ബഗ് എന്ന അപ്ഡേറ്റ് നമ്മുടെ വാട്സപ്പ് ഹോം പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്തതായി ഈ സെറ്റിംഗ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ സെറ്റിംഗ്സ് പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ട് ബഗ് എന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നു. റിപ്പോർട്ട് ബഗ് എന്ന ന്യൂ അപ്ഡേറ്റ് കൊണ്ടുള്ള യൂസ് എന്താണെന്നാൽ, നമുക്ക് വാട്സപ്പ് റിലേറ്റഡ് ആയി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഈ അപ്ഡേറ്റ് യൂസ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഈ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വാട്സപ്പ് റിലേറ്റഡ് ആയി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് മീഡിയ ഫയൽ ഡൗൺലോഡ് ആകാത്ത പ്രോബ്ലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാട്സപ്പ് റിലേറ്റഡ് പ്രോബ്ലം ആയിരുന്നാൽ ഫസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എടുത്ത സ്ക്രീൻഷോട്ടിനെ ഈ പ്ലസ് ബട്ടൺ യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ഈ ബോക്സിൽ നിങ്ങൾ വാട്സപ്പിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് ഈ കാണുന്ന സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കാം. നെക്സ്റ്റ് അപ്ഡേറ്റ് വാട്സപ്പിൽ നമ്മൾ സ്റ്റേറ്റസായി ഒന്നിൽ കൂടുതൽ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ ഓരോ ഫോട്ടോയും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ഇമേജ് നമ്മൾ സ്റ്റേറ്റസായി ഷെയർ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റാണ് നെക്സ്റ്റ് ഓൺ. അതെന്താണെന്ന് നോക്കാം. ഇതിനായി വാട്സപ്പിലെ അപ്ഡേറ്റ് പേജ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേറ്റസ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും: ടെക്സ്റ്റ്, ലേഔട്ട്, വോയിസ്. ഇതിൽ നമുക്ക് ലേഔട്ട് സെലക്ട് ചെയ്യാം. ലേഔട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു നമുക്ക് 6 ഫോട്ടോ വരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് താഴെ ലേഔട്ട് മോഡൽസ് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോ ലേഔട്ട് ചെയ്ത് സ്റ്റേറ്റസായി ഷെയർ ചെയ്യാം. നെക്സ്റ്റ് അപ്ഡേറ്റ് വാട്സപ്പ് സ്റ്റിക്കർ. വാട്സപ്പിൽ സ്റ്റിക്കർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഫസ്റ്റ് ഈ കാണുന്ന സ്റ്റിക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. ഈ ഗാലറിയിൽ കാണുന്ന ഇമേജ് സ്റ്റിക്കർ ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി ക്യാമറയാണ് ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുത്ത് സ്റ്റിക്കർ ചെയ്യണമെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്ത് ഇതുപോലെ സ്റ്റിക്കർ ചെയ്ത് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റിക്കർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്സപ്പിലെ ലേറ്റസ്റ്റ് 3 അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.